ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കൊണ്ടുള്ള കൊണ്ടാട്ടമാണ്. നമ്മൾ സോയ ചില്ലി, അതുപോലെ സോയ റോസ്റ്റ്, സോയ ഫ്രൈ, സോയ ബിരിയാണിയൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സോയ കൊണ്ടുള്ള കൊണ്ടാട്ടമാണ്. ബീഫ് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാൻ സോയ കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം രണ്ടാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ സോയ ആയതുകൊണ്ടാണ് കട്ട് ചെയ്തത്. ചെറുത് കിട്ടുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമുള്ള സോയയാണ്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി പേരിന് മാത്രം മതി, വളരെ കുറച്ച് മതി. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറിന് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് മസാല വേണ്ട, നമുക്ക് വളരെ കുറച്ച് മാത്രം മസാലകൾ മതി ഈ സമയത്ത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ടത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ സോയ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ശരിക്കും മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിച്ചോളും. ഇപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചത് ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. ഈ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായി ചൂടാകുമ്പോൾ സോയ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചുകളായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. എണ്ണ മാക്സിമം ഒഴിവാക്കിയിട്ട് കോരിയെടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നതും. ഇപ്പോൾ 2 ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ പാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ, വേറെ എണ്ണ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കുകയും ചെയ്യാം. ഞാനത് ആ എണ്ണ എടുക്കാൻ വിട്ടുപോയി. ഞാൻ പുതിയ എണ്ണയാണ് ഒഴിച്ചത്. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ എണ്ണ തന്നെ എടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ബാക്കിയെല്ലാം ചെയ്താൽ മതി. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോഴും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. സ്ലൈസ് ചെയ്തതല്ല, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ സവോളയാണ് ഇട്ട്, ഒരുപാട് വലുതല്ല. ഇതിലേക്ക് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടി. വീണ്ടും ഞാൻ കശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണത്. പിന്നെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തതിന് ശേഷം അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഇടിച്ച മുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച മുളക്, നമ്മൾ സാധാരണ ഉണക്കമുളക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇടിച്ച മുളക് വാങ്ങിക്കാനും കിട്ടും. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഇടിച്ച മുളക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. അതുതന്നെ മതി ധാരാളം. അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം സോസും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം, ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടിയും സവാളയും അതുപോലെ മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഇനിയിപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തുറന്നിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ അതിലേക്ക് വലിയും. നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിയും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സോസും ഇതെല്ലാം എല്ലായിടത്തേക്കും ഒന്ന് എത്തട്ടെ. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്തായാലും ലാസ്റ്റ് കറിവേപ്പില ചേർത്തിട്ടില്ല, കുറച്ച് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നാൽ ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മുടെ അടിപൊളി സോയ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനും നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ വെറുതെ കഴിക്കാനും, ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ വറ്റിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.